അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആയിരുന്നു. അതെന്തായിരുന്നു? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു പോളിമർ എന്താവുക ലിക്വിഡ് വിസ്കസ് ലിക്വിഡ് ഫോമിലേക്ക് മാറുന്ന ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ദ പോളിമർ. കെമിക്കൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അമോഫസ് പോളിമേഴ്സ് ഓൺലി എക്സിബിറ്റ് എന്താണ്? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അമോഫസ് ആയിട്ടുള്ള പോളിമേഴ്സ് എപ്പോഴും എന്താണ് കാണിക്കുക? TG ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറാണ് കാണിക്കുക. ക്രിസ്റ്റലൈൻ പോളിമേഴ്സ് എക്സിബിറ്റ് എ മെൽറ്റ് ടെമ്പറേച്ചർ. ദ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ 2 മെത്തേഡ്സ്. ഒന്ന് എന്താണ്? DSC ഡിഫറൻഷ്യൽ സ്കാനിങ് കലോറിമെട്രി. പിന്നെ എന്താണ്? ഡൈനമിക് മെക്കാനിക്കൽ അനാലിസിസ് DMA. അല്ലെങ്കിൽ DSC നമ്മൾ എന്താണ് അഡ്വാൻസ്ഡ് ആൻഡ് അപ്ലൈഡിൽ പഠിച്ചൊരു ടോപ്പിക്കാണ്. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതാണ് വരുന്ന എന്താണ് ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ ഗ്ലാസി സ്റ്റേറ്റ് എന്ന് പറയും. അതിൻ്റെ ഇടയിൽ ആ ഗ്ലാസി സ്റ്റേറ്റിൻ്റെയും റബ്ബറി സ്റ്റേറ്റിൻ്റെയും ഇടയിൽ വരുന്ന ടെമ്പറേച്ചറാണ് ഇത് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതായത് അല്ല ഹൈ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് എന്താണ് വിസ്കസ് നേച്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് നേച്ചറിലേക്ക് വരുന്ന ആ സ്റ്റേജിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ആര്? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് എന്താണ്? ചെയിൻ സ്റ്റിഫ്നെസ് ആണ്. The stiffening groups in the polymer reduces the flexibility of the polymer and increases the TG value. ഇനി ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ്, സ്ട്രോങ്ങർ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ആണെങ്കിൽ എന്താണ്? ഹൈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ വാല്യൂ ആണ് ഉണ്ടാവുക. കാരണം എന്താണ്? അത് ലിക്വിഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു വിസ്കസ് ഫോമിലേക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അത്രയും ബോണ്ടുകളെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്രയും ഹീറ്റ് എന്ത് ചെയ്യണം? കൊടുക്കേണ്ടി വരും. നെക്സ്റ്റ് പ്ലാസ്റ്റിസൈഡേഴ്സ്. പ്ലാസ്റ്റിസൈഡേഴ്സ് എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ആർ ലോ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആഡഡ് ടു പ്ലാസ്റ്റിക് ടു ഇൻക്രീസ് ദെയർ ഫ്ലെക്സിബിലിറ്റി. പ്ലാസ്റ്റിക്കിന് ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ പ്ലാസ്റ്റിസൈഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്റ്റിസൈഡേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കുറയും. കാരണം എന്താണ്? പ്ലാസ്റ്റിസൈഡേഴ്സ് നമ്മൾ എക്സ്റ്റേണലി ആഡ് ചെയ്യുന്നതാണ് ഒരു ഫ്ലെക്സിബിൾ ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമുക്ക് അത്രയും ടെമ്പറേച്ചർ എന്ത് ചെയ്യേണ്ട? കൊടുക്കേണ്ടി വരില്ല എന്താവാൻ? ഒരു വിസ്കസ് ഫോമിലേക്ക് വരാൻ. അപ്പോൾ എന്താണ്? പ്ലാസ്റ്റിസൈഡേഴ്സ് ആഡ് ചെയ്താൽ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ഫ്ലെക്സിബിലിറ്റി. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്ലെക്സിബിലിറ്റി. ഓൾറെഡി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളാണെങ്കിൽ ആൾക്ക് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും ഉണ്ടാവുക. പിന്നെ വരുന്നത് മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ പോളിമർ ആണ്. ദ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് ദ പോളിമർ. ഇനി നോക്കുക എന്താണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഹൗ ദ പോളിമർ വിൽ ബിഹേവ് ഇൻ എ സെർട്ടൈൻ ആപ്ലിക്കേഷൻസ്. At a TG, the polymer shows changes in hardness, volume and elongation ability. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൽ എത്തിയാൽ നമുക്ക് കാണാൻ എന്താണ്? അയാളുടെ ഹാർഡ്നെസ്സിൽ, വോളിയത്തിൽ, എലോങ്ങേഷനിലെല്ലാം മാറ്റം വരും. എന്താണ്? ഹാർഡ്നെസ് ചെറുതായിട്ട് കുറയും. എന്താണ്? കാരണം വിസ്കോസായി ഫ്ലെക്സിബിളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വോളിയം എന്ത് ചെയ്യും? കൂടും. പിന്നെ എലോങ്ങേഷൻ എബിലിറ്റി എന്ത് ചെയ്യും? അതും കൂടുകയാണ് ചെയ്യുന്നത്. ദ പോളിമർ ഹാവിങ് TG എബവ് ദ റൂം ടെമ്പറേച്ചർ ആർ യൂസ്ഡ് ബിലോ ദെയർ TG. ഇപ്പോൾ പോളിമേഴ്സിന് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനേക്കാളും ബിലോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വെക്കുക. അതായത് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഇപ്പോൾ പോളിമേഴ്സിന് നമുക്ക് അതേ ഫോമിൽ തന്നെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ താഴത്ത് വേണം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻ ഗ്ലാസി സ്റ്റേറ്റ്. അതായത് നമ്മൾ എന്താണ് സോളിഡ് ഫോമിൽ കിടക്കുന്ന പോളിമേഴ്സിന് എപ്പോഴും എന്താണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് താഴത്താണ് എന്ത് ചെയ്യുക? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് മേലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ഒരു ലിക്വിഡായിട്ട് മാറും. ദ പോളിമേഴ്സ് ഹാവിങ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എബവ് ദ റൂം ടെമ്പറേച്ചേഴ്സ് ആർ യൂസ്ഡ് ബിലോ ദ TG. ഇതാണ് ദ പോളിമേഴ്സ് TG ബിലോ ദ റൂം ടെമ്പറേച്ചർ ക്യാൻ ബി യൂസ്ഡ് എബവ് ദ TG വിച്ച് ഈസ് ഇൻ ദ റബ്ബറി സ്റ്റേജ്. അപ്പോൾ എന്താണ്? ഫ്ലൂയിഡ് ഫോമിൽ കിടക്കുന്ന ആൾക്കാരെ എപ്പോഴും നമ്മൾ എന്താണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണ് വെക്കുക. അപ്പോൾ മാത്രമേ അവർ ആ ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ താഴത്ത് വെച്ചാൽ എന്ത് ചെയ്യും? അവർ സോളിഡിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ഇനി എന്താണ് വിസ്കോ ഇലാസ്റ്റിസിറ്റി ഓഫ് പോളിമേഴ്സ് ആണ് നോക്കുന്നത്. ദ വിസ്കോ ഇലാസ്റ്റിസിറ്റി ഈസ് എ റെസ്പോൺസ് ഓഫ് പോളിമേഴ്സ് വിച്ച് എക്സിബിറ്റ് സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ഇലാസ്റ്റിക് ആൻഡ് വിസ്കസ് ബിഹേവിയർ. നോക്കാം. പോളിമേഴ്സ് ആർ viscoelastic in nature as they possess fluid as well as elastic properties at the same time. So polymers get this viscoelastic property because they are made up of long chain flexible fibers like polymeric chains. The shape of the polymeric chains permit them to connect temporarily with each other, giving an elastic property.
അപ്പോൾ above glass transition temperature the polymers undergo several types of molecular motion for a mechanical structure. അതിൽ വരുന്ന എന്താണ് ബോൾട്സ്മാൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ ടൈം ടെമ്പറേച്ചർ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതിൽ നമുക്ക് ആദ്യം നോക്കേണ്ടത് ബോൾട്സ്മാൻ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്. According to Boltzmann superposition principle, the strain is directly proportional to the stress at the given time, and similarly, stress at any particular time is directly proportional to the strain, depending upon which these two magnitudes are stimulus and corresponding response. രണ്ടാമത്തെ എന്താണ് ടൈം ടെമ്പറേച്ചർ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ TTSP എന്നാണ് പറയാം. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദാറ്റ് വിസ്കോ ഇലാസ്റ്റിക് ബിഹേവിയർ ഓഫ് പോളിമർ അറ്റ് ഷോർട്ട് ആൻഡ് ലോങ് ഒബ്സർവേഷൻ ടൈംസ് അറ്റ് സെലക്റ്റഡ് ടെമ്പറേച്ചേഴ്സ്. Actually, it is a procedure that has become important in the field of polymers to determine the material properties of polymers. അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കെമിക്കൽ സ്ട്രക്ചർ, മോളിക്കുലർ വെയിറ്റ് ഓഫ് ആൻഡ് ക്രോസ് ലിങ്കിങ്, കോപോളിമേഴ്സ് ആൻഡ് ബ്ലണ്ട്സ്, പ്ലാസ്റ്റിസൈഡ്സ് ആൻഡ് ഫില്ലേഴ്സ്. നമ്മൾ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന അതേ ഫാക്ടേഴ്സ് തന്നെയാണ് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ചാപ്റ്ററിലെ അവസാനത്തെ ടോപ്പിക്കാണ് പോളിമർ ഡീഗ്രഡേഷൻ. ഇപ്പോൾ എന്താണ് ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോളിമർ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിന് തന്നെയാണ് എന്ത് പോളിമർ ഡീഗ്രഡേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Polymer degradation is a modification of polymer structure which reduces the mechanical characteristics of polymer by the agents like light, oxygen, heat, ozone, etc. ഒരു പോളിമേഴ്സ് ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോളിമർ ഡീഗ്രഡേഷൻ എന്ന് പറയുക. അവിടെ എന്താണ് സ്ട്രക്ചർ എന്ത് ചെയ്യും, പോളിമർ സ്ട്രക്ചർ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്തിട്ട് വേറെ ഫോമിലേക്ക് മാറും. Degradation of polymer starts at the outer surface and gradually penetrates into the bulk. അപ്പോൾ ഒരു ഡീഗ്രഡേഷൻ സ്റ്റാർട്ട് ചെയ്യപ്പോഴും എന്താണ് ഒരു പോളിമറിൻ്റെ സർഫസിലാണ് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യും പതുക്കെ അത് ഉള്ളിലേക്ക് എന്ത് ചെയ്യും കയറി വരികയാണ് ചെയ്യുക. അപ്പോൾ 3 തരത്തിലുള്ള ഡീഗ്രഡേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ് തെർമൽ ഡീഗ്രഡേഷൻ. അപ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് അല്ല ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഡീഗ്രഡേഷൻ നടക്കുന്നത്. അപ്പോൾ തെർമൽ ഡീഗ്രഡേഷൻ ഇസ് ദ deterioration of the properties of polymer as a result of heat. At a high temperature, long chain backbone of the polymer break down and react with one another to form change in the properties of the which causes change in the properties of another polymer. Thermal degradation changes the molecular weight of the polymer and reduces the ductility and other mechanical properties. Thermal decomposition will റിലീസ് കോംപ്ലക്സ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിങ് കാർബൺ മോണോക്സൈഡ്, അമോണിയ, അമീൻസ്, കീറ്റോൺസ് എല്ലാത്തിനും എന്ത് ചെയ്യും ലിബറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഫോട്ടോ ഡീഗ്രഡേഷൻ. അപ്പോൾ ലൈറ്റ് അല്ലെങ്കിൽ റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പോളിമറിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഫോട്ടോ ഡീഗ്രഡേഷൻ ടേക്സ് പ്ലേസ് വെൻ UV or visible radiation breaks down the chemical bonds in a polymer, ultimately causing cracking, chalking and color changes and loss of physical properties. The factors causing photo degradation are internal impurities like hydroperoxide, carbonyl group, unsaturated bonds, and external impurities like metallic catalyst. Last is oxidative degradation. Oxidative degradation is usually initiated when polymer chains form radicals either by the removal of hydrogen or by the homolytic fission of carbon-carbon bond. Oxidative degradation occurs gradually at room temperature, but almost all polymers are at the risk of thermal oxidation when they are processed at high temperatures. അപ്പോൾ നമ്മൾ പോളിമേഴ്സിന് അധികം തെർമൽ ഡീഗ്രഡേഷൻ നടക്കാനുള്ള ചാൻസാണ് കൂടുതലുണ്ടാവുക. കാരണം ഹൈ ടെമ്പറേച്ചറിലാണ് അവരെ എന്ത് ചെയ്യുക നമ്മൾ പോളിമറൈസ് ചെയ്ത് ഉണ്ടാക്കുക. തെർമൽ ഡീഗ്രഡേഷനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ ദ മോൾഡിങ് ഓർ കാസ്റ്റിംഗ് ഓഫ് ദ പോളിമേഴ്സ് റിക്വയർ ദം ടു ബി എബോവ് ദയർ മെൽറ്റിംഗ് പോയിൻറ്റ് ഓർ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെന്ത് ചെയ്യണം ഹൈ ടെമ്പറേച്ചർ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അവരുടെ ലിക്വിഡ് ഫോമിലേക്ക് മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ. അപ്പോഴാണ് എന്ത് ചെയ്യുക ഈ തെർമൽ ഡീഗ്രഡേഷനിലുള്ള ചാൻസ് കുറയും. Under these conditions, reactions with the oxygen occurs much more rapidly. Once initiated, auto-oxidation can be autocatalytic. അതിലെന്താണ് ഓക്സിഡേറ്റീവ് സോഫ്റ്റനിങ്ങും ഉണ്ട്, ഓക്സിഡേറ്റീവ് ഹാർഡനിങ്ങും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്.